തിരുപ്പരംകുന്றம் 6 പടയ വീടുകളിലൊന്നാണ്. അത് ഹിന്ദുക്കൾക്ക് വലിയ വൈകാരിക വിഷയമാണ്. അവിടെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. എന്താ പുതിയ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഡിസംബർ 2-നാണല്ലോ ഈ വിഷയം ഉണ്ടായത്, തിരുപ്പരംകുன்றത്തിന്റെ വിഷയം ഉണ്ടായത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ആ കുന്നിന്റെ മുകളിൽ ചെറിയ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്. കാശി വിശ്വനാഥർ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള ദർശനം പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പറയുന്നത് 12:45 മുതലാണ് ഈ ഒരു വിഷയം ഉണ്ടായതിന് ശേഷം, ദീപത്തൂൺ വിഷയം ഉണ്ടായതിന് ശേഷം അവിടെ ദർശനം അനുവദിച്ചിരുന്നത്. അവിടെ മോക്ഷദീപം തെളിയിക്കുക തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾക്കൊക്കെ ഒരുപാട് പേര് എത്തുന്നതാണ്. അപ്പോൾ അത് മുഴുവനും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ പുതുതായിട്ട് ദർശനം കൊടുത്തിരിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ള ചോദ്യം. കാരണം ഈ ഡിസംബർ 22-ന് കഴിഞ്ഞ ദിവസം ആ സിക്കന്ദർ ദർഗയുണ്ടല്ലോ, ആ ദർഗയിൽ അവിടെ ചന്ദനക്കുട മഹോത്സവം നടത്തുകയാണ്. അവരതിനെ പറയുന്നത് സന്താനക്കൂട് എന്നാണ് പറയുന്നത്, ആ ഒരു ആഘോഷത്തിനെ പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെയുള്ള പല മസ്ജിദുകളിലും ഒക്കെ ചന്ദനക്കുട മഹോത്സവം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചന്ദനക്കുട മഹോത്സവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ രീതിയിൽ പൂക്കൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു രഥത്തിൽ ഈ ചന്ദനം ഒരു വലിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുടം പോലെയുള്ള പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ദർഗയിലെ സമാധിയിൽ കൊണ്ടുപോയി പുരട്ടും. ഇതാണ് ചടങ്ങ്. അപ്പം ഇതവിടെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ നടത്തേണ്ടത് കൊണ്ട് ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ ദർശനം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ അനുവദിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വകയൊന്നുമില്ല. കാരണം അവിടെ CCTV നിരീക്ഷണമുണ്ട്. ഭക്തർ ചെല്ലുമ്പോൾ ഈ ഭക്തർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവർ കൊണ്ടുപോയി അവിടെ പരിശോധനകൾക്ക് വിധേയമായി അവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു ഇടപാടുകളും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഹിന്ദു സമൂഹം പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ഒരു വിഷയം ഉണ്ടായതിന് ശേഷമാണ് ഇത്രത്തോളം അവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഇപ്പോൾ വലിയ രീതിയിൽ പോലീസ് സംരക്ഷണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയുടെ അടിവാരം മുതൽ മുകൾ തട്ട് വരെ ഏതാണ്ട് ആ സിക്കന്ദർ ദർഗ നിൽക്കുന്ന ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇവര് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രിയൻ അറിയാമല്ലോ, നമ്മുടെ ദീപത്തൂൺ വിഷയം ഉണ്ടായ സമയത്ത് അവിടെ എന്ത് പ്രൊട്ടക്ഷനാണ് ഒരു ഹിന്ദുവിന് ഉണ്ടായിരുന്നത്? ആരും ഒരു സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയില്ല. ഹിന്ദു സംഘടനകൾ ഇറങ്ങിയതല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടായതായിട്ട് പ്രിയന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ കോടതി ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവിടെ ഒരിക്കലും കാർത്തിക ദീപം തെളിയിക്കാൻ കഴിയുമായിരുന്നില്ല. വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് നേരെ ഒരു അതിക്രമമാണ് നടന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതായത് ഇന്ദ്രനാരായണ ക്ഷേത്രം എന്ന് പറയുന്ന തെലങ്കാനയിലുള്ള ഒരു വലിയ ക്ഷേത്രമുണ്ടായിരുന്നു. ചാലൂക്യ ഭരണകൂടത്തിൻ്റെ സമയത്ത് പറയുന്ന ഭരണകാലത്തെങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് അത് നിർമ്മിക്കപ്പെട്ടത്. അത് പിന്നീട് ഈ പറയുന്ന തുഗ്ലക്കിൻ്റെയും ഈ ബാബറുടെയും ഒക്കെ വലിയ ആക്രമണത്തിൽ, അതായത് ഈ പറയുന്ന ഔറംഗസേബിൻ്റെയൊക്കെ ആക്രമണത്തിൽ തകർത്തതിന് ശേഷം ഈ ക്ഷേത്രം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കുറച്ച് മിനാരങ്ങൾ എടുത്തു വെച്ചു. ഇന്ദ്രനാരായണ ക്ഷേത്രം തെലങ്കാനയിലാണുള്ളത്. അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വലുകളെല്ലാം തന്നെ കാണാൻ കഴിയും, വീഡിയോകൾ കാണാൻ കഴിയും. ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൻ്റെ തൂണുകൾ അവിടെ ഉണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഗർഭഗൃഹത്തിലുണ്ടായിരുന്ന ഭഗവാനെ മാത്രമാണ് എടുത്തുകൊണ്ട് പോയത്. അതിനെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. ബാക്കിയുള്ളത് നശിപ്പിച്ചോ അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ ബാക്കി പരിപൂർണമായിട്ടുമുണ്ട്. ക്ഷേത്രം തന്നെയാണുള്ളത്. അതിന് മുകളിൽ കുറച്ച് മിനാരങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് അതിപ്പോഴും പള്ളിയായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കൂ. ഇന്ദ്രനാരായണ ക്ഷേത്രമാണ്, ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെയാണ് ഇത്തരത്തിലൊരു മസ്ജിദാക്കി വെച്ചിരിക്കുന്നത്. ഗതികേടല്ലാതെ എന്ത് പറയാൻ. ഈ പറയുന്ന അധിനിവേശം നടത്തിയ മുഗൾ ഭരണകൂടത്തിൻ്റെ അക്രമം നടത്തി ആളുകളെയൊക്കെ കൊന്നൊടുക്കിയ ഇത്തരത്തിലുള്ള ദർഗകളുണ്ട്. ഈ പറയുന്ന രാജസ്ഥാനിലുള്ള ചിസ്തിയുടെ അടക്കമുള്ള ദർഗകളുടെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം.
അതെ. ഈ സിക്കന്ദർ എന്ന് പറയുന്ന ആൾ, അയാൾ ഒരു നീചനായിട്ടുള്ള ഒരു ഒരു അതെ. അവസാനം ഒളിച്ചു പോയിരുന്നപ്പോ അവിടെ ആരോ വന്ന് കൊന്നതാണ് അയാളെ. മധുര സുൽത്താനേറ്റിലെ അവസാന കിരീടാവകാശിയായിരുന്നു. അതെ, അപ്പൊ ഇയാൾ അവസാനം വന്നപ്പോ ആരോ അവിടെ ഇട്ട് കുത്തിക്കൊന്നു. 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 അങ്ങനെ കുത്തി കൊല്ലപ്പെട്ട ഒരുത്തനാണ് ഇപ്പൊ സമാധിയായിട്ട് കയറി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ പറയുന്ന രാജസ്ഥാനിലുള്ള ദർഗകളും. പല ദർഗകളിലെയും ഈ പറയുന്ന പുരോഹിതന്മാർ അവിടെ സമാധിയായിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വലിയ അക്രമികളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ആ അക്രമികളെയാണ് ഇവർ വെച്ച് പൂജിക്കുന്നത്, ആരാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്ത് ഗതികേടാണ് ഒരു ഹിന്ദുവിൻ്റെ അവസ്ഥ നോക്കി. സ്വന്തം, അതായത് ഭഗവാൻ മുരുകൻ്റെ 6 പടൈ വീടുകളൊന്നായിട്ടുള്ള തിരുപ്പരംകുണ്ട്രം എന്ന് പറയുന്നത് അതിവിശേഷമാണ്. പളനി പോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുപ്പരംകുണ്ട്രം. ആ തിരുപ്പരംകുണ്ട്രത്തിൽ നമുക്കൊന്ന് ചെന്ന് ദർശനമെടുക്കണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളാണ്. ഇതിനപ്പുറം ഗതികേടില്ല. ഇത് സ്വന്തം മതവിശ്വാസം, സ്വന്തം ആചാരം തിരിച്ചു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗതികേട് കൊണ്ട് കണ്ടവൻ്റെ കൈ കൊണ്ട് മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വിശ്വാസം, സ്വന്തം സ്വാഭിമാനം നമ്മൾ തിരിച്ചു പിടിക്കുക. മറ്റുള്ളവരൊന്നും താർക്കാനും നമ്മൾ പറയുന്നില്ല, പക്ഷേ സ്വന്തം വിശ്വാസത്തെ തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, ഇപ്പോൾ ഈ ചന്ദനക്കുട മഹോത്സവം വരുന്നത് നമ്മൾ നോക്കുമ്പോൾ 13-ാം നൂറ്റാണ്ട് മുതലാണ്. എന്നാൽ തിരുപ്രംകുണ്ട്രം എന്ന് പറയുന്ന ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളെയും കുറിച്ച് ഏതാണ്ട് 2000 വർഷം മുമ്പ് സംഘകാല കൃതികൾ പോലും അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുൻപേ ഈ ക്ഷേത്രവും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു 13-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസങ്ങളെയും അടിച്ചു തകർത്ത ഒരാളുടെ ഒരു സമാധിയിലുള്ള ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സംരക്ഷണം കൊടുക്കുന്നത്. ഏതാണ്ട് 2000-ത്തിലധികം പോലീസുകാരെ ഇതിനു വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ മലേറിയ ആണ് അല്ലെങ്കിൽ ഡെങ്കു ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ഉദയനിധി സ്റ്റാലിനും DMK സർക്കാരും സ്റ്റാലിനും ഒക്കെ ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? ഈ സംരക്ഷണമോ ഇത്തരത്തിലുള്ള ഒരു ചൂടോ ഒരു കാര്യങ്ങളും ഹിന്ദുക്കളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്താനായിട്ട് ഇവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അവരിപ്പോഴല്ലേ ഈ ഒരു കാര്യങ്ങൾ ഒക്കെ ഉന്നയിച്ചുകൊണ്ട്, അതായത് മുസ്ലിം മതവിഭാഗങ്ങളുടെ, നമ്മളെല്ലാ മുസ്ലിങ്ങളെയും കുറ്റം പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, പക്ഷേ മുസ്ലിം മതവിഭാഗങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ശ്രേഷ്ഠമായവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ഇത്രയോ കാലം പഴക്കമുള്ള ഒരു സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആ ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും തച്ചു തകർക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയാ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവ പറയുന്നുണ്ട് ഈ ഹിന്ദുക്കളുടെ പ്രതിഷേധം ഉണ്ടായല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 22-ന് DMKയും കോൺഗ്രസും സഖ്യകക്ഷിയായിട്ടുള്ള വിടുതലൈ ചിരുതകൈ കച്ചി എന്ന് പറയുന്ന VCK അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി. എന്തിനാണെന്നറിയാമോ? ഈ ഹിന്ദു സംഘടനകൾ ഒരുമിച്ചുകൊണ്ട് ഇതിനെതിരെ, അതായത് സിക്കന്ദർ മലയിൽ ഇത്തരത്തിൽ ഈ ഒരു ആഘോഷത്തിന് നിങ്ങൾ തിരികൊളുത്തുമ്പോൾ അവിടെ പച്ചക്കൊടി ഉയർത്തുകയും ചെയ്തു കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഉത്സവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ അവരുടെ കൊടി ഉയർത്താൻ, ആ പച്ചക്കൊടി ഉയർത്താനുള്ള സമ്മതം പോലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ നിർബന്ധിത ഉത്തരവുണ്ടായിട്ട് അത് ലംഘിക്കാനാണ് സുപ്രീം കോടതി വരെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഭരണകൂടം പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ പ്രതിഷേധം ശരിയല്ല, അവർ ചെയ്യുന്നത് എന്താ പറയുക, സമാധാനം തച്ചു തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ എന്താ പറയുക പ്രൊട്ടസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിടുതലൈ ചിരുതകൈ കച്ചി എന്ന് പറയുന്നവർ പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അവിടെ മോക്ഷദീപം തെളിയിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ മോക്ഷദീപം തെളിയിക്കുന്നത് പിതൃക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവിടെ ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. ഈ മോക്ഷദീപം തെളിയിക്കുന്ന സ്ഥലവും പുറത്താണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള സ്ഥലവും ഈ സിക്കന്ദർ ദർഗയും തമ്മിൽ വലിയ ദൂര വ്യത്യാസമില്ല. അപ്പോൾ അത് അന്ന് ദീപത്തൂൺ തെളിയിക്കുന്നത് ഇവർക്ക് ദീപം അലർജി ആയതുകൊണ്ടാണല്ലോ പ്രശ്നമായത്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ മോക്ഷദീപം. ആയിരക്കണക്കിന് ഭക്തർ വന്നുകൊണ്ട് ഈ മോക്ഷദീപം തെളിയിക്കുമ്പോൾ ഒരു ദീപം തെളിയുന്നത് കാണുമ്പോൾ ഇവർക്ക് അലർജി ആവുകയാണ്. ആ അലർജിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് ഇത് പൂർണ്ണമായും നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്.
അത് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. മോക്ഷദീപം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടനാ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ദീപത്തൂൺ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്ന MBA ബിരുദധാരിയാണ്. ഇയാൾ പോലീസ് ബൂത്തിലേക്ക്, പോലീസിൻ്റെ ഒരു സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്തിനാണ് എന്ന് പറയുമ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് ഇയാളുടെ ഫോണിൽ നിന്ന് കിട്ടി. അയാൾ പറയുന്ന കാര്യം അവിടെ വിളക്ക് കൊളുത്താത്തതിൽ മനം നൊന്തിട്ടാണ്. അതായത് അവിടെ സിക്കന്ദർ ദർഗയിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവർക്ക് നടത്താമെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു എന്ന നിലയിൽ ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങൾക്ക് വലുതാണ്, അതിനുവേണ്ടി എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് കണ്ണു തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തോട് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ പറയുന്ന തമിഴ്നാട് സർക്കാരിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഹിന്ദുവിൻ്റെ ഒരു വികാരം സംരക്ഷിക്കണം, അല്ലെങ്കിൽ വികാരം സംരക്ഷിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ അവരുടെ വിശ്വാസത്തെ തച്ചു തകർക്കരുത്. എല്ലാവർക്കും വിശ്വസിക്കാനുള്ള അധികാരമുള്ളതുപോലെ അതുപോലെ തന്നെയാണല്ലോ ഹിന്ദുവിൻ്റെ വിശ്വാസവും. അപ്പോൾ ആ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള നടപടികളും എടുക്കാതെയാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ക്ഷേത്ര ദർശനം നടത്താം. പക്ഷേ ഭക്തജനങ്ങൾ ഇത്തരത്തിലുള്ള പാസ്, രജിസ്ട്രേഷൻ, ഇത്തരം കാര്യങ്ങളിലെല്ലാം വിധേയമായിട്ട് വേണം ഈ ക്ഷേത്രത്തിൽ കടക്കാൻ. പോരാതെ അവിടെ ഡ്രോൺ നിരീക്ഷണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്.